നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. തത്സമയത്തിലേക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിക്കുന്ന ഫീസ് നൽകുക എന്നുള്ളതാണ്, അംഗീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ള സമീപനം. ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിച്ച ഫീസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഗവൺമെൻറ് ഫീസ് ഈടാക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ ചില മാനേജ്മെൻറ്റുകൾ നേരത്തെ തന്നെ മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തിയിരുന്നു. 50:50 കരാർ ഒപ്പിടാൻ കഴിഞ്ഞാൽ 25,000-നും 2,00,000-നും പഠിക്കാൻ കഴിയുന്ന കുട്ടികൾ ഉണ്ടാകും. ആ സാഹചര്യം നിലനിർത്താൻ കഴിഞ്ഞാൽ സർക്കാരിന് അത് വലിയ കാര്യമാണ്, ജനങ്ങൾക്കും. അതുകൊണ്ട് അതിലൊരു ശ്രമം നടത്താൻ സർക്കാർ തയ്യാറായിരുന്നു. മാനേജ്മെൻറ്റിനെ വിളിച്ച് ആദ്യം ചർച്ച നടത്തിയപ്പോൾ അവർ വലിയ ഫീസാണ് പറഞ്ഞത്. മാനേജ്മെൻറ്റ് പറയുന്ന രീതിയിലുള്ള ഫീസ് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ ചർച്ച പിരിയുകയുണ്ടായി. അതിനുശേഷം ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഫീസ് നിശ്ചയിച്ചതിന് ശേഷം ചില മാനേജ്മെൻറ്റുകൾ സമീപിക്കുകയും കരാറിൽ ഒപ്പുവെക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു. ഈ സമയത്ത് തൊട്ടടുത്തുള്ള തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ കരാറിൽ ഒപ്പിട്ടതായി കാണുകയുണ്ടായതിനാൽ അങ്ങനെ ഒരു കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള സന്നദ്ധത ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ള മാനേജ്മെൻറ്റുമായിട്ട് തയ്യാറായിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ അതേ ഫീസാണ്. ഇപ്പം 3 കോളേജുകൾ മാത്രമാണ് കരാർ ഒപ്പിട്ടിട്ടുള്ളത്. അതിൽ നേരത്തെ കഴിഞ്ഞ 50% സീറ്റിലെ 20%-ന് 25,000-വും ബാക്കിയുള്ളതിൻ്റെ 2,50,000-വും പിന്നെ ബാക്കി വരുന്ന മാനേജ്മെൻറ്റിൽ നിന്ന് നാം വിശദീകരിക്കുന്ന 50%-ത്തിലെ 35%-ന് 11,00,000-വും NRIക്ക് നേരത്തെ നിശ്ചയിച്ച കഴിഞ്ഞ വർഷത്തെ അതേ ഫീസും. അതാണ് ഘടന. ഇപ്പോഴും അത് തന്നെയാണ് സർ നിലനിൽക്കുന്നത്. രാജേന്ദ്ര ബാബു കമ്മീഷൻ ഫീസ് നിശ്ചയിച്ചതിന് ശേഷം ഏത് സാഹചര്യത്തിലാണ് സ്വകാര്യ ശാസ്ത്രീയ മാനേജ്മെൻറ്റുകളുമായി സർക്കാർ കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടന ഇത്തവണയും നടപ്പാക്കുന്നതിന് ചർച്ച ആരംഭിച്ചത്? എന്തുകൊണ്ടാണ് 10 മാനേജ്മെൻറ്റുകളുമായി ധാരണ ഉണ്ടാക്കിയെങ്കിലും അങ്ങ് പറഞ്ഞതുപോലെ 3 ഒഴികെ മറ്റുള്ളവരുമായി കരാർ ഒപ്പിടാത്തത്? കൂടാതെ ശാസ്ത്രീയ മാനേജ്മെൻറ്റുമായി ഉണ്ടാക്കിയ കരാർ നിലനിൽക്കുമെന്ന് മന്ത്രി ഞാൻ വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞതാണ് സർ. ആദ്യം ചോദിച്ചപ്പോൾ തന്നെ രാജേന്ദ്രബാബു കമ്മിറ്റി ഫീസ് നിശ്ചയിച്ചതിന് ശേഷം ചില സംസ്ഥാനങ്ങളിൽ നേരത്തെ ഉള്ളതുപോലുള്ള കരാർ നിലനിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ചില മാനേജ്മെൻറ്റുകൾ ഗവൺമെൻറ്റിനെ സമീപിച്ചു. ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ പോലെ കരാറിൽ ഒപ്പിടാൻ തയ്യാറാണ്. അപ്പോൾ ആ കരാർ നിലനിൽക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടത് കുട്ടികൾക്ക് ഗുണമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിബന്ധന തന്നെ മാനേജ്മെൻറ്റിൻ്റെ മുമ്പാകെ വെച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഫീസ് വർദ്ധിപ്പിക്കാനേ പറ്റില്ല. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, മുഴുവൻ അലോട്ട്മെൻറ്റും സർക്കാർ തന്നെ നടത്തും. 100% സീറ്റിലും സർക്കാർ അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ് എന്നുകൂടി പറഞ്ഞു. ആ നിബന്ധന അംഗീകരിക്കുമെങ്കിൽ മാത്രം കരാറാവാം എന്നാണ് തീരുമാനിച്ചത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങോട്ട് പിന്നെ സമീപിച്ചില്ല. കാരണം ആദ്യം മാനേജ്മെൻറ്റ് ഫീസിൽ വലിയ വർധനവ് ആവശ്യപ്പെട്ടപ്പോൾ അത്തരമൊരു കരാർ ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരെ നിർബന്ധിക്കാൻ പിന്നീട് ശ്രമിച്ചിട്ടില്ല. പിന്നീട് അവർ ചിലർ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫീസിൽ വർധനവില്ലാതെ കരാർ ഒപ്പിടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. ആ കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലരെല്ലാം പറഞ്ഞെങ്കിലും എല്ലാവരും വന്നിട്ടില്ല. സർക്കാർ അങ്ങോട്ട് ചർച്ചയ്ക്ക് പിന്നീട് പോയിട്ടില്ല. ശ്രീ വി ഡി സതീശൻ സർ, ഇത് സംബന്ധിച്ച മുൻകാല സുപ്രീം കോടതി വിധികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുൻകാല സുപ്രീം കോടതി വിധികളെല്ലാം സ്വാശ്രയ മാനേജ്മെന്റിന് അനുകൂലമായിരുന്നു. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിർണായകമായ വിധിയാണ് സുപ്രീം കോടതി. ഈ സുപ്രീം കോടതി വിധി അനുസരിച്ച് ബോൾ നമ്മുടെ കോർട്ടിലാണ്. ഒരു കാരണവശാലും സ്വാശ്രയ മാനേജ്മെന്റുകളുടെ പിന്നാലെ സർക്കാർ നടക്കേണ്ട ആവശ്യമില്ല. കരാറുണ്ടാക്കുന്നത് 4 തരത്തിലുള്ള ഫീസാണ്. 25,000-നും 2,00,000-നും കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കിട്ടുന്നത് നല്ലതാണ്. പക്ഷെ അത് എവിടെ നിന്നാണ്? ആരുടെ ചെലവിലാണ്? 35% കുട്ടികൾക്ക് 11 ലക്ഷം രൂപ ഫീസ് ഈടാക്കിക്കൊണ്ടാണ്. സർക്കാരോ മാനേജ്മെന്റോ നൽകുന്ന സൗജന്യത്തിലല്ല 25,000-നും 2,00,000-നും പഠിക്കുന്നത്. 35% പഠിക്കുന്ന മെറിറ്റിൽ വന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് 11 ലക്ഷം ഫീസ് മേടിച്ചിട്ട് ക്രോസ് സബ്സിഡി അവർക്ക് കൊടുക്കുകയാണ്. മാത്രമല്ല, യഥാർത്ഥ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് ഇല്ല. കോടതി പോകണം സർക്കാർ. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ സ്പോട്ട് അഡ്മിഷൻ പോലും നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ബിജെപിയുടെ മെഡിക്കൽ കോളേജ് അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വ്യാപക അക്രമം അഴിച്ചുവിടുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നതായി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അന്വേഷണം ഇപ്പോൾ തൃപ്തികരമായ രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നതെന്നും കോഴയിൽ ഉൾപ്പെട്ടവരെല്ലാം അന്വേഷണ പരിധിയിൽ വരുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. എന്നാൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ നിയമസഭയിൽ നിന്നും ചേരുന്നുണ്ട്. ഷീജ, എങ്ങനെയാണ് ചോദ്യോത്തരവേള പുരോഗമിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ കൂടി.
ടോമി, 14ാം കേരള നിയമസഭയുടെ 7ാം സമ്മേളനം ആരംഭിച്ച ആദ്യ ദിനം തന്നെ ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ബിജെപിയുടെ മെഡിക്കൽ കോഴ വിഷയം തന്നെയായിരുന്നു. സഭയിൽ ഇത് അരമണിക്കൂറോളം ഈ വിഷയത്തിൽ മേൽ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി. പ്രത്യേകിച്ചും ഈ മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു CBI അന്വേഷണം വേണം എന്നുള്ളതാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. എന്നാൽ നിലവിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടന്നു വരികയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റെന്തെങ്കിലും നടപടികൾ വേണമോ എന്നുള്ള കാര്യം അത് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി ഇതിന് മറുപടിയായി വ്യക്തമാക്കിയിട്ടുണ്ട്. BJP നേതൃത്വം ഈ വിഷയത്തെ ഗൗരവത്തോടെ അല്ല കാണുന്നത്. ഇത്തരത്തിലുണ്ടായിട്ടുള്ള ഒരു BJPയുടെ അഴിമതി വിഷയം അതിനെ പാർട്ടി നേതൃത്വം ഗൗരവത്തോടെ കണ്ടിട്ടില്ല. പകരം അതിനെ BJP സംസ്ഥാനത്തുടനീളമായി വ്യാപക അഴിമതിയാണ് നടത്തുന്നത്. ഇതിൽ നിന്നും മുഖം തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് BJPയിൽ നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ BJP തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കും എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ടും ഉണ്ടായിരുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിന്മേൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നതായും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു. BJPയുടെ പാർട്ടി അന്വേഷണ റിപ്പോർട്ടും ഏതായാലും നിലവിൽ ഇപ്പോൾ നടക്കുന്ന വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതായിരിക്കും. ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഈ അഴിമതി വിഷയത്തെ സംസ്ഥാന സർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ആവശ്യമെങ്കിൽ ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ CBI അന്വേഷണം വേണമെങ്കിൽ അതിലേക്ക് പോകാം. പക്ഷേ ഇപ്പോൾ നിലവിൽ വിജിലൻസ് അന്വേഷണം നടന്നു വരികയാണ്. BJPയുടെ ഒരു നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നിട്ടുള്ള എല്ലാവർക്കെതിരെയും അന്വേഷണം നടക്കുന്നതായിരിക്കും. എല്ലാ നേതാക്കളും ഈ അന്വേഷണ പരിധിയിൽ വരുന്നതായിരിക്കും. ആരും രക്ഷപ്പെടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ടോമി. ഷീജ, BJP മെഡിക്കൽ കോഴ സംബന്ധിച്ച് ഇന്ന് സഭയിൽ ചോദ്യോത്തര വേളയിൽ അംഗങ്ങൾ ഈ വിഷയം തന്നെ ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കോഴകൾ നടന്നിട്ടുണ്ടോ, അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് എന്ന തരത്തിലും സഭാംഗങ്ങൾ ആവശ്യം ഉന്നയിക്കുകയുണ്ടായല്ലോ. അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഏതായാലും ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വർക്കല മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള കോഴ വിഷയം അതാണ് ഇപ്പോൾ ഏതായാലും വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ വന്നിരിക്കുന്നത്. അതിൽ BJPയുടെ പാർട്ടി നേതൃത്വം പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും ഇത് ശരിവെക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ അന്വേഷണ റിപ്പോർട്ടും നിലവിൽ ഇപ്പോൾ നടക്കുന്ന വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം മറ്റ് BJP നേതാക്കൾ പലയിടത്തായി സംസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും പണം വാങ്ങിയ സംഭവങ്ങൾ അതിൽ പരാതികൾ ലഭിക്കുകയാണെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി അംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാമി. ഷീജയാണ് നിയമസഭയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. BJP മെഡിക്കൽ കോഴയിൽ അന്വേഷണം നടന്നു വരികയാണ്. നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ നിലവിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു.